മഴക്കാലത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പപ്പായ തായ് സാലഡാണ് കേട്ടോ. പുളിയുണ്ട്, മധുരമുണ്ട്, നല്ല എരിവുണ്ട്. അപ്പം ഉണ്ടാക്കിയാലോ നമുക്ക്? ഇവിടെ ബാംഗ്ലൂരെ ബർമ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു തായ് സാലഡ് കഴിക്കുന്നത് കേട്ടോ. പപ്പായ സാലഡ് കഴിക്കുന്നത്. അങ്ങനെ റെസിപ്പിയൊക്കെ തപ്പി പിടിച്ച് ഉണ്ടാക്കിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് കൂടി റെസിപ്പി ഷെയർ ചെയ്ത് തരാമെന്ന്. ഇതുപോലെ റിബണായിട്ട് പീൽ ചെയ്തെടുക്കണം കേട്ടോ പപ്പായ. ഇനി ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഫിഷ് സോസാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി സ്ക്വീസ് ചെയ്ത് ഒഴിക്കുക. പിന്നെ കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ, ഞാനിവിടെ ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ജാഗ്രി പൗഡർ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പീനട്ട്സില്ലേ, ഞങ്ങൾ നിലക്കടല എന്ന് പറയും, ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിലേക്ക് ഞാനൊരു പച്ചമുളകും പിന്നെ 2 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഫിഷ് സോസ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആഡ് സോയാ സോസ്. കുറച്ചൊരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതൊക്കെ മിക്സ് ചെയ്താലോ? ആദ്യം നമ്മൾ റിബണായിട്ട് കട്ട് ചെയ്ത് പീൽ ചെയ്ത പപ്പായ, പിന്നെ ടൊമാറ്റോ, പിന്നെ കുറച്ച് കുക്കുംബർ, പിന്നെ കുറച്ച് ക്യാരറ്റ്, എല്ലാം ഇതുപോലെ നല്ല നീളെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും നമ്മുടെ ക്രഷ് ചെയ്ത പീനട്ട്സും പിന്നെ നമ്മുടെ സോസും കൂടി ഒഴിച്ച് നന്നായിട്ട് ഞെരടി അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ആ ടേസ്റ്റൊക്കെ എല്ലായിടേക്കും അങ്ങോട്ട് എത്തട്ടേന്നേ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് എല്ലാത്തിലേക്കും എത്തുള്ളൂ. അപ്പോൾ കഴിക്കുമ്പോഴാണ് അടിപൊളി. പിന്നെ ഈ പച്ച പപ്പായയ്ക്ക് പകരം നല്ല പുളിയില്ലാത്ത പച്ചമാങ്ങ വെച്ചിട്ടും ഇതുണ്ടാക്കാം കേട്ടോ. അടിപൊളിയാണ്. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നൊരു സാലഡാണ് കേട്ടോ. എൻ്റെ ഒരു ഗോ ടു സാലഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.